സത്യമായിട്ടും ഞാനൊരു ഇൻട്രോവേർട്ടാണ്. എന്നെ അടുത്തറിയാവുന്നവർ എപ്പോഴും അത്ഭുതത്തോടെ നോക്കുന്ന ഒരു കാര്യമാണ് ഇൻട്രോവേർട്ടായ ഞാനെങ്ങനെയാ ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഈ ഒരു കരിയറിൽ ഇത്രയും പാഷനേറ്റ് ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളത്. അത് സത്യമല്ലേ? ഇൻട്രോവേർട്ടുകളാണെങ്കിൽ എങ്ങനെയാ ആളുകളുമായിട്ട് ഇടപെടുക അല്ലേ? എന്നാൽ ഞാൻ പബ്ലിക് സ്പീക്കറും ആങ്കറും കൂടിയാണ്. എന്നെ കൊണ്ടത് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ഇൻട്രോവേർട്ടുകൾക്കും സാധിക്കും. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ആ സീക്രട്ടാണ് ഇന്ന് റിവീൽ ചെയ്യുന്നത്. ഒന്നുമല്ല, നമ്മൾ കോഗ്നിറ്റീവ് റീഫ്രെയിമിംഗ് എന്നൊക്കെ വലിയ പേരിൽ വിളിക്കാം. വേറൊന്നുമില്ല, ഇതൊരു പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണെന്ന് മനസ്സിലാക്കുക. വ്യക്തികളുമായി ഡീൽ ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് അധികം ചിന്തിക്കാതെ ഇതെൻ്റെ ഡ്യൂട്ടിയാണ്, റെസ്പോൺസിബിലിറ്റിയാണ് എന്ന രീതിയിൽ ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുകയില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എന്ത് കാര്യത്തിലാണെങ്കിലും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റും. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ വളരെ ആഴത്തിൽ പ്രിപ്പയർ ചെയ്യും, ആ സബ്ജക്റ്റിനെ വളരെ ഡീപ്പായിട്ട് പഠിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നതാണ്. ഞാൻ ഡെയിലി ബേസിസിൽ പഠിക്കാറുണ്ട്. എന്നും വളരെയധികം പ്രിപ്പയർ ചെയ്തിട്ടാണ് ഓരോ സെഷൻസിലും ഞാൻ വന്നിരിക്കാറ്. ഓരോ വ്യക്തികൾക്ക് വേണ്ടി ഞാൻ എടുക്കുന്ന സമയം കുറച്ചൊന്നധികം തന്നെയാണ്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതൊരു പർപ്പസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഒരു പർപ്പസ്ഫുൾ മൈൻഡ് സെറ്റ് ആയിരിക്കും ഞാൻ എടുക്കുക. അതായത് ഒരു വ്യക്തി വരികയാണ്, പരിചയം പുതുക്കുകയാണ് എന്നൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹീൽ ആൻഡ് ഇൻസ്പയർ എന്നുള്ളതാണ് എൻ്റെ ഒരു നിയോഗം, അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പം ഞാൻ അതുകൊണ്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഡെഫിനറ്റ്ലി ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ എംപത്തറ്റിക് ആയിട്ട് ലെസൺ ചെയ്യും, നന്നായി അവരെ ഒബ്സർവ് ചെയ്യും, അതിൽ അവർക്ക് വേണ്ടിയിട്ട് വളരെ ആഴത്തിലൊന്ന് ചിന്തിക്കാൻ ശ്രമിക്കും, ഇങ്ങനെയൊക്കെ. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് എന്നെ ഇത്തരമൊരു കരിയറിൽ അങ്ങനെ വളരെ പാഷനേറ്റ് ആയിട്ട് നിലനിർത്തുന്നത്. എന്നെ പബ്ലിക് സ്പീക്കർ ആക്കാനും ആങ്കറായിട്ട് ഇങ്ങനെ എനിക്ക് കുറേയധികം ഷോസ് ചെയ്യാൻ പറ്റിയതും ഒക്കെ ഈ 3 കാര്യങ്ങൾ ഞാൻ എൻ്റെ ലൈഫിൽ കൊണ്ടുവന്നത് കൊണ്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇൻട്രോവേർട്ടായ ഒരാൾക്ക് വളരെ മാസീവായ ഒരു ക്രൗഡിനെ അഡ്രസ്സ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് പോസിബിളാണ്. വ്യക്തമായിട്ടുള്ള ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്താൽ മാത്രം മതി. ഇത്തരത്തിൽ ഞാൻ എൻ്റെ ലൈഫിൽ റിയലായിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള ചില സ്ട്രാറ്റജീസാണ് സ്റ്റോറീസ് ഓഫ് വിദ്യ നായർ എന്ന ഈ സെഗ്മെൻറ്റിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ റിയലായിട്ടുള്ള കുട്ടി കുട്ടി സ്ട്രാറ്റജീസൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്തോളൂ കേട്ടോ.